ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പാപ്പം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു തേങ്ങ പൊട്ടിച്ച് ആ പൊട്ടിച്ച തേങ്ങ വെള്ളം നിങ്ങൾ തന്നെ കുടിക്കും. ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോൾ അങ്ങനെയാണല്ലോ. എന്നിട്ട് തേങ്ങാപ്പാലിനായിട്ട് ആ തേങ്ങ തിരിഞ്ഞി മാറ്റി വെക്കുക. ഇന്നത്തപ്പമാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ജാറിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി, സെയിം കപ്പിൽ തന്നെ 1.5 കപ്പ് തേങ്ങാപ്പാല്, മാവ് എടുത്ത കപ്പിൽ തന്നെ ബാക്കി സാധനങ്ങളും എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ 3/4 കപ്പ് പഞ്ചസാരയും 1 നുള്ളു ഉപ്പും, 1 മുട്ടയും 2-3 ഏലക്കായി, ഇതെല്ലാം കൂടി ജാറിലാക്കി 1 മിനിറ്റോളം ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. എന്നിട്ട് ഇത് അരിച്ചൊരു ബൗളിലേക്ക് ആക്കി ഏലക്കയുടെ കൊത്തോ ഒന്നും ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നന്നായിട്ട് അരച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. എന്നിട്ട് അരമണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ഇഡ്ഡലി കുട്ടുവും അടുപ്പിലേക്ക് വെച്ച് മിക്ക ഇഡ്ഡലി കുട്ടുവത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ട് കൂടാതെ പ്ലെയിൻ ആയിട്ടുള്ള അരിപ്പ പോലത്തെ തട്ടുണ്ടാവും, അതാണ് വെക്കേണ്ടത്. ഒരു പരന്ന സ്റ്റീൽ പാത്രത്തിലേക്ക് ബട്ടറോ നെയ്യോ വെളിച്ചെണ്ണയോ പുരട്ടി അതിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. മുകളിൽ ഒരു നുള്ളു ജീരകം ഒന്ന് വിതറി കൊടുക്കുക. ഓപ്ഷണലാണ്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വെന്തിന് ഒരു കാര്യം, മാവ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഒറ്റ പ്രാവശ്യമായിട്ട് ഒഴിക്കേണ്ട കാര്യമില്ല. ഇവിടെ സ്റ്റീൽ പാത്രത്തിന്റെ ക്ഷാമം മൂലമാണ് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് ഒഴിക്കുകയാണെങ്കിൽ കരിക്ക് പോലെ സോഫ്റ്റ് ആയിട്ട് നൈസ് ആയിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടും. പലഹാരങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം ആണിത്. കണ്ടോ, നല്ല വെള്ള അലുവ പോലും. നല്ലതാ മാമി എന്ന് പറയാൻ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. നല്ലതാ ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ, ടേക്ക് കെയർ.